ഹരേ കൃഷ്ണ. ഗുരുവായൂരിൽ കണ്ണനെ കാണാൻ ഓടിയെത്തുന്ന ഭക്തർ കൃഷ്ണ എന്ന വിളിക്കൊപ്പം ഗുരുവായൂരപ്പ എന്ന് കൂടി ചേർക്കും. ഗുരുവായൂർ കണ്ണൻ ഓരോ ഭക്തർക്കും സ്വന്തം വീട്ടിലെ അംഗമാണ്. ഏതു ഭാവത്തിലും കണ്ണനെ ആരാധിക്കാം. ഉണ്ണിയായി, കണ്ണനായി, കാമുകനായി, മകനായി, സുഹൃത്തായി, വാത്സല്യക്കുരുന്നായി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ശ്യാമരൂപനാണ് കണ്ണൻ. ശംഖചക്ര ഗദാപത്മധാരിയായ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ. എന്നാൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് രേഖകളിൽ ഗുരുവായൂർ അമ്പലത്തിന് പേര്. സർവം കൃഷ്ണഭാവം, കൃഷ്ണമയം. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു പൂജിച്ചു വന്നിരുന്ന ദിവ്യമായ പാതാളാഞ്ജന വൈഷ്ണവ വിഗ്രഹം വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവിന് ലഭിക്കുകയും പിന്നീട് ബ്രഹ്മാവിൽ നിന്ന് അത് വൃഷ്ണി സുതപസ്, അതിഥി കശ്യപൻ, ദേവകി വസുദേവർ എന്നിവർക്ക് ലഭിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും ദ്വാപരയുഗത്തിൽ ദ്വാരകയിൽ വെച്ച് ഇതേ വിഗ്രഹം ആരാധിച്ചുവെന്നാണ് ഐതിഹ്യം. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ദ്വാരകാപുരി പശ്ചിമ സമുദ്രത്തിലെ പ്രളയജലത്തിൽ ആണ്ടുപോകുമെന്നായപ്പോൾ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പായി ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പുണ്യവിഗ്രഹം എടുക്കുന്നു. ഭക്തന്മാർക്ക് ആരാധിച്ച് മുക്തി നേടുവാൻ തക്കവണ്ണം ഉചിതമായ പുണ്യസ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ലോകം മുഴുവൻ അവർ ചുറ്റി സഞ്ചരിച്ചു. ഒടുവിൽ പരശുരാമന്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയെന്നാണ് ഐതിഹ്യം. ബൃഹസ്പതിയുടെയും വായുവിൻ്റെയും ആഗമനോദ്ദേശ്യം മനസ്സിലാക്കിയ ശിവൻ ജലത്തിനു മുകളിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പുണ്യസങ്കേതം ഇതുതന്നെയെന്ന് അരുളി ചെയ്തു. മാത്രമല്ല, താൻ പ്രസ്തുത രുദ്രതീർത്ഥത്തിൻ്റെ മറുകരയിൽ പാർവതി സമേതം സസന്തോഷം വസിച്ചു കൊള്ളാമെന്നും അറിയിച്ചു. അതനുസരിച്ച് പരമേശ്വരൻ്റെയും പരശുരാമൻ്റെയും ദിവ്യ സാന്നിധ്യത്തിൽ ഗുരുവും വായുവും ചേർന്ന് ദേവപ്രതിഷ്ഠ നടത്തിയതിനാൽ ഈ പുണ്യസ്ഥലം ഗുരുവായൂർ എന്ന പേരിൽ ഖ്യാതി നേടി. മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന വൈഷ്ണവ വിഗ്രഹ പ്രതിഷ്ഠയുള്ളതിനാൽ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്നും അറിയപ്പെട്ടു. പ്രതിഷ്ഠയെ തുടർന്നുള്ള പ്രഥമ പൂജാതി കാര്യങ്ങൾ ശിവൻ തന്നെ നിർവഹിച്ച ശേഷം ശ്രീ പാർവതിയോടുകൂടി മറുകരയിലേക്ക് മാറി സസന്തോഷം വാണരുളി. ഇപ്രകാരം മഹാദേവന്റെ മഹാമനസ്കതയാൽ മഹിമയുള്ള ഊര് മമ്മിയൂർ എന്നും അറിയപ്പെടാൻ തുടങ്ങി. ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ മമ്മിയൂരപ്പനെ കൂടി തൊഴണമെന്ന വിശ്വാസത്തിന് ആധാരമായ ഐതിഹ്യം ഇതാണ്. സ്ഥലം, ബിംബം, പ്രതിഷ്ഠിച്ചവരുടെ മാഹാത്മ്യം എല്ലാം ചേർന്നപ്പോൾ ഗുരുവായൂർ അനാദികാലം മുതൽ ഭക്തരുടെ പ്രിയ കേന്ദ്രമായി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് 439 വർഷം മുമ്പ് കണ്ണന് മുന്നിലിരുന്ന് 100 ദിവസം കൊണ്ട് നാരായണീയം എഴുതി സമർപ്പിച്ചു. ഗുരുവായൂരിൽ വിളങ്ങുന്നത് ബ്രഹ്മതത്വമാണെന്നും അത് ജനങ്ങളുടെ ഭാഗ്യമാണെന്നും അദ്ദേഹം എഴുതി. കഥകളും കവിതകളും അനുഭവങ്ങളും ക്ഷേത്രത്തിലെ ചിട്ടകളും ഗുരുവായൂരിനെ മഹാക്ഷേത്രമാക്കി മാറ്റി, ഭക്തജന സങ്കേതമാക്കി മാറ്റി. ഓം നമോ ഭഗവതേ വാസുദേവായ.